हमारी बात मानते नहीं है। मगर केरलम की जनता को मैं बताना चाहता हूं, 2014 में एनडीए को 11%, 11% वोट मिला। 2019 लोकसभा इलेक्शन में 16% वोट मिला। 2024 लोकसभा इलेक्शन में 20% वोट मिला और इस बार हम सरकार बनाने जा रहे हैं। ഇവിടെ ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമരംഗങ്ങൾ അവർ അംഗീകരിക്കില്ല. പക്ഷേ കേരളത്തിന്റെ ജനതകൾ അവർക്കറിയാം അത് എന്താ ഞാൻ പറയുന്നതെന്നും. 2014 നമുക്ക് 11% നമുക്ക് വോട്ട്. 2019 ലോക്സഭ ഇലക്ഷനിൽ അത് 16%. 2024 ലോക്സഭയിൽ നമുക്ക് 20%. ഇനി വരാൻ പോകുന്നത് എൻഡിഎ സർക്കാർ ആയിരിക്കും. भाइयों बहनों, केरलम ने दोनों ग्रुपों को देखा है। केरलम की जनता ने कभी एलडीएफ को निकालकर यूडीएफ को लाया और कभी यूडीएफ को निकालकर एलडीएफ को लाया। एलडीएफ यूडीएफ यूडीएफ एलडीएफ एलडीएफ यूडीएफ, केरलम का भला किसी ने नहीं किया. കേരളം ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ വ്യക്തമായി കണ്ടിട്ടുണ്ട്. എൽഡിഎഫിനെ മാറ്റി യുഡിഎഫ് വരും, യുഡിഎഫിനെ മാറ്റി എൽഡിഎഫ് വരും, എൽഡിഎഫ് യുഡിഎഫ് എൽഡിഎഫ് യുഡിഎഫ്, ഈ ഒരു പ്രക്രിയ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരാരും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. जो भी आया उसने करप्ट शासन दिया, करप्शन के घोटालों का एक बहुत बड़ा सूची बना दिया. ആര് വന്നാലും ഇവിടെ ആര് വന്നാലും അഴിമതിയുടെ വലിയ ഒരു പട്ടിക തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. भाइयों बहनों, एलडीएफ ने 343 करोड़ का कोऑपरेटिव बैंक घोटाला किया, एआई घोटाला किया, लाइफ मिशन घोटाला किया, के फोन परियोजना का घोटाला किया, पीपीई किट में खरीदने का घोटाला किया और तो और मंदिर के सोने का भी चोरी करने का घोटाला ये एलडीएफ की सरकार ने. എൽഡിഎഫ് സർക്കാർ 343 കോടി രൂപയുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഴിമതി നടത്തി, എഐ ക്യാമറയുടെ അഴിമതി നടത്തി, ലൈഫ് മിഷന്റെ അഴിമതി നടത്തി, കെ ഫോണിന്റെ അഴിമതി, പി കിറ്റ് വാങ്ങിക്കാനുള്ള അഴിമതി നടത്തി. എന്തിന് പറയുന്നു കൂടുതൽ, അമ്പലത്തിലെ സ്വർണം പോലും അവർ കട്ട് അവിടെയും വൻ അഴിമതി നടത്തി. और यूडीएफ आती है तो सोलार घोटाला होता